भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഹരി ഓം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 754 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, നിമിനവയോഗി സംവാദ രൂപത്തിൽ ഭാഗവത ധർമ്മങ്ങളെ നാരദ മഹർഷി വസുദേവർക്ക് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതിൽ നവയോഗികളിൽ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ എന്നീ 4 പേരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇനി പിപ്പലായനൻ എന്ന 5-ാമത്തെ യോഗീശ്വരൻ്റെ വാക്കുകൾ. എല്ലാ വാക്കുകളും നിമി മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതെ, മായയെ ജയിക്കാൻ ഭാഗവത ധർമ്മങ്ങളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിമി മഹാരാജാവ് ചോദിക്കുകയാണ്, പരമാത്മാവ്, ബ്രഹ്മം എന്നൊക്കെ അറിയപ്പെടുന്ന ആ നാരായണന്റെ സ്വരൂപം എന്താണ്? നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മന നിഷ്ഠാമർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമ. നാരായണാഭിധാനസ്യ, നാരായണൻ എന്ന അഭിധാനമുള്ള പേരുള്ള പരമാത്മനഃ, പരമാത്മാവായ ബ്രഹ്മണഃ, ബ്രഹ്മത്തിൻ്റെ നിഷ്ഠാം, പരമാർത്ഥമായ സ്ഥിതിയെ ബ്രഹ്മവിത്തമാഹ, ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠന്മാരായ യൂയം, നിങ്ങൾ ന വക്തും, ഞങ്ങളോട് പറയാനായി അർഹത, യോഗ്യന്മാരാണ്. നാരായണപരനായി മായയെ ജയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് നാരായണൻ എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതേ എന്ന് പറയുന്നുണ്ട്. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതേ
എന്നാണ്. ബ്രഹ്മത്തെ നാരായണൻ, ഭഗവാൻ, പരമാത്മാ എന്നിങ്ങനെ പറയുന്നു അല്ലേ. ആ അദ്വയ ജ്ഞാനം, അദ്വിതീയമായ അറിവ് തന്നെയാണ് പരമതത്വം. നാരായണേ ഭഗവതി തദിതം വിശ്വമാഹിതം ഗൃഹീതമായോരു ഗുണ സർഗാദവഗുണസ്വത എന്ന്. ഭഗവാനായ നാരായണൻ സർഗാദികളിൽ മായാഗുണത്തെ ഗ്രഹിച്ച് ഈ വിശ്വത്തിൽ പ്രകാശിപ്പിക്കുന്നു. സ്വതേ ഗുണരഹിതനാണ്, നിർഗുണനാണ് ഭഗവാൻ. ഇങ്ങനെ ആ ഒരേ വസ്തുവിനെ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അതല്ലെങ്കിൽ എന്താണ് നാരായണന്റെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ പിപ്പലായനൻ എന്ന യോഗീശ്വരൻ മറുപടി പറയാനായിട്ട് ആരംഭിക്കുകയാണ്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യൽ സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. അസ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, ഈ ലോകത്തിൻ്റെ സ്ഥിത്യുദ്ഭവ പ്രളയഹേതു, സ്ഥിതി, ഉദ്ഭവം, പ്രളയം, നിലനിൽപ്പിനും ഉദ്ഭവത്തിനും പ്രളയത്തിനും കാരണമായ അഹേതു, സ്വയം കാരണമില്ലാത്ത സ്വപ്നജാഗര സുഷുപ്തിഷു, സ്വപ്നം, ജാഗ്രത, സുഷുപ്തി ഇവയിൽ സത്ത് ചേർന്നുകൊണ്ടും ബഹിച്ച ഇതിന്റെ സംബന്ധം കൂടാതെയും ഇരിക്കുന്ന യേന യാതൊന്നിനാൽ ദേഹേന്ദ്രിയാസു ഹൃദയാനി ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, അന്ധക്കരണങ്ങൾ, ദേഹേന്ദ്രിയാസു ഹൃദയാനി അങ്ങനെയുള്ള സഞ്ജീവിതാനി നല്ലവണ്ണം ജീവിക്കുന്നവയായിട്ട് ചരന്തി അവരുടെ വ്യാപാരത്തെ നടത്തുന്നു. നരേന്ദ്ര രാജാവേ, തത് പരമം അതാണ് പരം തത്വം, പരമമായ തത്വം എന്ന് അവൈഹി അറിഞ്ഞാലും. ലോകത്തിൻ്റെ ജനനം, സൃജതി, അവധി, അത്തി അല്ലെ, ആ ലോകം ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്നാൽ സ്വയം കാരണരഹിതനായിരിക്കുന്ന നാരായണൻ, ഈ നാരായണനാണ് പരമതത്വം. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അവ്യഭിചാരിയായി ഏതൊരു ബോധമാണോ വിളങ്ങുന്നത്, സമാധിയിൽ ജ്ഞാനികൾക്ക്, പരമയോഗികൾക്ക് ഏതൊരു ആനന്ദമാണോ അനുഭവപ്പെടുന്നത്, അതാണ് പരമതത്വം എന്ന് പറയുന്നത്. ഇപ്പൊ ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, അന്ധക്കരണം അവയ്ക്ക് ഉചിതമായിട്ടുള്ള പ്രവർത്തികൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാരുണ്യത്തെയാണ് പരമതത്വം എന്ന് പറയുന്നത്. സൃഷ്ടിയാദികൾക്ക് കാരണമായിരിക്കുന്നത് കൊണ്ട് ഈശ്വരൻ അവസ്ഥാത്രയങ്ങൾ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും വിളങ്ങുന്നത് കൊണ്ട് അദ്വയജ്ഞാനം, ദേഹാദികളുടെ പ്രേരകനായിരിക്കുന്നത് കൊണ്ട് പരമാത്മാവ്. ഇങ്ങനെ ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, ഒന്നിനെ തന്നെ പലതായിട്ട് പറയുന്നു. ഇങ്ങനെ തത്വത്തെ പറയുന്നതല്ലാതെ രണ്ടാമതൊരു വസ്തു ഇല്ല. ബ്രഹ്മസ്വരൂപത്തെ കാര്യദ്വാര വർണ്ണിക്കുന്നതല്ലാതെ വിവരിക്കുക പ്രയാസമാണ്. ലോകത്തിൻ്റെ ഉൽപ്പത്തിയാദി സ്ഥാനം ബ്രഹ്മം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി, യാതൊന്നിൽ കാണപ്പെടുന്ന ഭൂതങ്ങൾ ജനിച്ചുവോ, എന്തിനെ അവലംബിച്ച് ഉണ്ടായതൊക്കെ ജീവിക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. ഈ ബ്രഹ്മത്തെ അറിയാൻ സൂക്ഷ്മബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിമി മഹാരാജാവിനെ നരേന്ദ്ര എന്ന് വിളിച്ചത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഈ 3 ശരീരത്തോടുകൂടി സുഖദുഃഖാദികൾ അനുഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് ജാഗ്രത എന്ന് പറയുന്നത്. എന്നാൽ സ്ഥൂലത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മ കാരണങ്ങളോടുകൂടി സൂക്ഷ്മ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിന് സ്വപ്നം എന്ന് പറയും. സൂക്ഷ്മത്തെയും വിട്ട്, സൂക്ഷ്മവുമില്ല സ്ഥൂലവുമില്ല, കേവല ജ്ഞാനസ്വരൂപനായിരിക്കുന്ന കാരണശരീരത്തെ അവലംബിച്ച് ഒന്നും അറിയാത്ത അജ്ഞാനാവസ്ഥ, സുഖമായി ഉറങ്ങി എന്ന ആനന്ദാവസ്ഥ, ഇത് രണ്ടും അനുഭവിക്കുന്നു. അപ്പോ സുഷുപ്തിയിലുള്ള ഈ സ്ഥിതി, ഈ 3 അവസ്ഥകളിലും അറിവായി വിളങ്ങുന്നത് ഒന്ന് തന്നെയാണ്. അതാണ് പരമതത്വം, പരബ്രഹ്മം, ഭഗവാൻ, നാരായണൻ. ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും ഭൂതങ്ങളുടെ ലയത്തിനും ബ്രഹ്മം
ആണ് കാരണമെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ബ്രഹ്മത്തിലായതുകൊണ്ട് ലോകനാശത്തിനും കാരണമാണ് അത് എന്ന് നമ്മൾ ഊഹിക്കുന്നു. ദേഹാദികൾ ജഡങ്ങളാണ്. ജഡങ്ങളായ ദേഹാദികൾക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി കൊടുക്കുന്നതാണ് ഭഗവാൻ. കണ്ണുകൊണ്ട് കാണുന്നതല്ല ഭഗവാൻ, കണ്ണിന് കാണാൻ സാധിക്കുന്ന ശക്തിയാണ് ഭഗവാൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ജഡമായ ദേഹാദികളെ അന്തര്യാമിയായി അകത്തിരുന്ന് നിയന്ത്രിക്കുന്ന ആനന്ദസ്വരൂപൻ, അതാണ് ഭഗവാൻ. നൈതന്മനോ വിശതി വാകുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷസ്വ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർദ്ധോക്തമാഹ യദൃതേ ന നിഷേധസിദ്ധി. ഏതത്ത് ഇതിനെ മനസ്സ്, വാക്കുത വാക്ക്, ചക്ഷു കണ്ണ്, ആത്മാ ബുദ്ധി, പ്രാണേന്ദ്രിയാണി പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ സ്വാർച്ചിഷ അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ, അനലം യഥ അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ അഗ്നിയെ എന്നതുപോലെ ന വിശതി പ്രാപിക്കുന്നില്ല. ശബ്ദ ശബ്ദം എന്ന് വെച്ചാൽ വേദം, ആത്മമൂലം ആത്മകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ അർദ്ധോക്തം ബോധക നിഷേധതയാ അർത്ഥാൽ പറഞ്ഞതായിട്ട് ബോധിപ്പിക്കുക, നിഷേധിക്കുക എന്ന സ്ഥിതിയിൽ പറയുന്നു. യതൃത്തെ യാതൊന്നിനെ കൂടാതെ നിഷേധസിദ്ധി, നിഷേധത്തിന്റെ സിദ്ധിയില്ല. ബ്രഹ്മത്തെക്കുറിച്ച് വളരെ വിശേഷമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ബ്രഹ്മത്തെ പറഞ്ഞിട്ട് പറയുകയാണ്, ബ്രഹ്മം അറിവിന് വിഷയമായി. അറിയപ്പെടുന്ന വസ്തുവിന് വികാരമുണ്ട്. അപ്പൊ ബ്രഹ്മം വികാരമുള്ളവനാണോ, ഇന്ന തരത്തിലാണ് ബ്രഹ്മം എന്ന് ശരിയായി പറയാതെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് കാരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി തീർക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനാണ് പറയുന്നത്. ബ്രഹ്മം എന്ന പരമാത്മ തത്വത്തെ മനസ്സിന് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. മനസ്സിന് വിഷയമല്ലാത്തത് കൊണ്ട് വാക്കിനും വിഷയമല്ല. മനസ്സിന് വിഷയമായതാണ് വാക്കായിട്ട് വരാൻ. അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല, ബുദ്ധി കൊണ്ട് ഊഹിക്കാൻ കഴിയില്ല, ക്രിയയ്ക്കും ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാൻ സാമർഥ്യമില്ല, ഒരു ഇന്ദ്രിയത്തിനും സാധിക്കില്ല. സാധാരണ ഒരു വസ്തുവിനെ, രൂപാദി വിഷയങ്ങളെയൊക്കെ കണ്ണുകൊണ്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ബ്രഹ്മതേജസ്സിന്റെ സമ്പർക്കം കൊണ്ടാണ് ഇത് ഗ്രഹിക്കുന്നത്. അല്ലാതെ കണ്ണുണ്ടായത് കൊണ്ട് കാണാൻ സാധിക്കില്ല. കണ്ണിന് അതിനുള്ള കാണാനുള്ള ശക്തി ഉണ്ടാവണമെന്നാണ്. അഗ്നിയുടെ അംശങ്ങളാണ് തീപ്പൊരികൾ. തീപ്പൊരി മറ്റുള്ളതിനെയൊക്കെ ചുട്ടുകരിക്കും, പക്ഷേ അഗ്നിയെ ചുട്ടുകരിക്കാൻ തീപ്പൊരിക്ക് സാധിക്കില്ല. പ്രാണസ്യ പ്രാണമുത ചക്ഷുരുത ശ്രോത്രസ്യ ശ്രോത്രം അന്നസ്യ അന്നം മനസോ മനോവിദു. ഓരോന്നും അങ്ങനെയാണ്. പ്രാണന് ബലം കൊടുക്കുന്നത് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം പ്രാണനാണ്. അതേപോലെ കണ്ണിന് കാണാനുള്ള തേജസ് ബ്രഹ്മാംശത്തിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് ബ്രഹ്മം കണ്ണിനും കണ്ണാണ്, ബ്രഹ്മത്തിനും ബ്രഹ്മമാണ്, കണ്ണിനും കണ്ണാണ്, ശ്രോത്രത്തിന് ശ്രോത്രമാണ്, അന്നത്തിന് അന്നമാണ്, മനസ്സിൻ്റെയും മനസ്സാണ്. ഇതാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്ത ബ്രഹ്മത്തെ കാര്യദ്വാര വിവരിക്കാനല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഒന്നിനാലും അറിയപ്പെടാൻ കഴിയാത്ത ബ്രഹ്മം സാമാന്യ ജ്ഞാനത്തിന് വിഷയവുമാവുന്നില്ല എന്നാണ്. അതുകൊണ്ട് വികാരമുള്ളതാണ് ബ്രഹ്മം എന്ന് വിചാരിക്കാനേ പാടില്ല. തം തൗപനിഷതം പുരുഷം പ്രച്ഛാമി. ഉപനിഷത്തിൽ വിവരിക്കുന്ന പുരുഷൻ ആരാണ് എന്ന് ചോദിക്കുന്നു. വാക്കിന് വിഷയമാണ് എന്ന് തോന്നണ്ട. വേദസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മവും ബ്രഹ്മത്തെ താല്പര്യരൂപേണ പറയുക എന്നല്ലാതെ പൂർണ്ണമായി സാക്ഷാത്തായിട്ട് പറയാൻ സാധിക്കുന്നില്ല. താല്പര്യരൂപേണ ബോധിപ്പിക്കുന്ന എങ്ങനെയാ? നശ്വരങ്ങളായ വസ്തുക്കളെ സത്യമായ വസ്തുവിൽ നിന്ന് വേർതിരിച്ചു കാണിക്കുന്നു. അപ്പോ നാശമില്ലാത്ത വസ്തു ഇതൊന്നുമല്ല എന്ന് വരുന്നു. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഏതൊന്നിനെ പ്രാപിക്കാതെ മനസ്സും വാക്കും മടങ്ങുന്നുവോ അതാണ് ബ്രഹ്മം. യദ്വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ. ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല എന്നാണ്. യന്മനോന മനുതേ. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കുന്നില്ല.
അഥാത ആദേശോ നേതി നേതീതി ന ഇതി ന ഇതി. അതല്ലാത്ത വസ്തുക്കളെ നിഷേധിച്ചും കൊണ്ട് അത് ഇന്നതെന്ന് നിശ്ചയിക്കുകയാണ്. അണുവല്ല, സ്ഥൂലമല്ല, ഹ്രസ്വമല്ല, ഇതൊക്കെ പദാർത്ഥധർമ്മമാണ്. ആ പദാർത്ഥങ്ങളും അവയുടെ ധർമ്മങ്ങളും ഒന്നും ബ്രഹ്മമല്ല. നയിതി 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 നേതി നേതി നേതി. അപ്പോ ശ്രുതി ബ്രഹ്മത്തെ പറയുന്നില്ല എന്ന് പറഞ്ഞല്ലേ നല്ലത്. പിന്നെ എന്തിനാ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, ബ്രഹ്മത്തെ കൂടാതെ നിഷേധത്തിന്റെ സിദ്ധി തന്നെ ഇല്ല എന്നിരിക്കെ നിഷേധം അവധിയോടുകൂടിയതാണ് എന്നുള്ള നിയമം. അതുകൊണ്ട് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു പരമ തത്വം ഉണ്ട് എന്ന രീതിയിൽ ശ്രുതി നമുക്ക് ഉപദേശം തരുന്നു. ബ്രഹ്മം സ്വാനുഭൂതി കൊണ്ട് മാത്രം അറിയാവുന്നതാണ്, മറ്റൊന്നുകൊണ്ടും അറിയാൻ സാധിക്കില്ല. ബ്രഹ്മത്തെ പഠിപ്പിക്കാൻ സാധിക്കില്ല. മറിച്ച് ആ ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരാമെന്നല്ലാതെ ആ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ സ്വയം അനുഭവിക്കണമെന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് നിർവികാരിയാണ് ബ്രഹ്മം. സത്വം രജസ്തമ ഇതി ത്രിവൃദേകമാദൗ സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ച തയോ പരം യത്. യത് ഏകം, ഏതൊന്നിനെ ഏകമെന്നും, സദസത് സ്ഥൂലം സൂക്ഷ്മമെന്നും, ആദൗ ആദിയിൽ സത്വരജ തമഹ ത്രിവൃത്ത് ഇതി സത്വരജസ്തമസ്സുകളുടെ ആ സംഗമമായ ത്രിവൃത്ത് എന്നും, സൂത്രമെന്നും, മഹത്തത്വമെന്നും, അഹങ്കാരമെന്നും, ജീവനെന്നും പ്രവദന്തി പറയുന്നു. തയോ കാര്യകാരണങ്ങളുടെയും കാരണമായും ഉരുശക്തി മഹാശക്തിയോടുകൂടിയതുമായ ബ്രഹ്മ ഏവ ബ്രഹ്മം തന്നെ ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയാ ഭാതി. അറിവ്, പ്രവൃത്തി, ഭൂതങ്ങൾ, സുഖദുഃഖങ്ങൾ എന്നീ രൂപത്തിൽ വിളങ്ങുന്നു എന്നാണ്. പ്രമാണം കൊണ്ട് അറിയാൻ സാധിക്കാത്തതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മം എന്നത് ഇല്ല എന്ന് പറയേണ്ടി വരില്ലേ? ഇപ്പൊ ബ്രഹ്മം ഒരു സത്യമായ തത്വമാണ്. സൃഷ്ടിയാദികൾക്ക് ബ്രഹ്മം കാരണമാണ്. അതുകൊണ്ട് ബ്രഹ്മമുണ്ട്. പ്രകൃതി, മഹത്തത്വം മുതലായവ തന്നെ സൃഷ്ടിക്ക് കാരണമാണ്. ബ്രഹ്മമല്ല എന്നല്ല, മറിച്ച് സ്ഥൂലമായി കാണപ്പെടുന്നത് കാര്യവും സൂക്ഷ്മമായി കാണപ്പെടുന്നത് കാരണവും. ഇതൊക്കെ ബ്രഹ്മമാണ്. കാരണം കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമായി വരില്ല. കാര്യം ഉപാദാന കാരണത്തിൽ നിന്ന് അഭിന്നമായിരിക്കും എന്ന് സാധാരണ നിയമം. ആഭരണങ്ങൾ തുടങ്ങിയ ഉപാദേയങ്ങളും അവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം ഉപാദാനവും. കുണ്ഡലം കാര്യം, സ്വർണം കാരണം. ഈ കാര്യകാരണങ്ങളായി പറയപ്പെടുന്ന രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്, അല്ലേ? രണ്ടും സ്വർണം തന്നെയാണ്. നാമരൂപങ്ങൾ കൊണ്ട് ഭേദമുള്ളതുപോലെ തോന്നുന്നു, വാസ്തവത്തിൽ ഭേദമില്ല. ഇതേപോലെ ജഗത്തിന് ബ്രഹ്മം കാരണമാണ്. ആദിയിൽ എന്തേ ഉള്ളൂ? ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പ്രധാനമുണ്ടായി സത്വരജസ്തമോ ഗുണങ്ങളുടെ ആ ഏകരൂപം, അതിനാണ് പ്രധാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് സൂത്രമുണ്ടായി, ക്രിയാശക്തിയാണ് സൂത്രം. അതിൽ നിന്ന് മഹത്തത്വമുണ്ടായി, ജ്ഞാനശക്തിയാണ് മഹത്തത്വം. അതിൽ നിന്ന് അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം ജീവന്റെ ഉപാധിയാണ്. ഈ അഹങ്കാരത്തോട് ഉപഹിതമായിരിക്കുന്ന ചൈതന്യമാണ് ജീവൻ. ഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ട് അഹങ്കാരം 3 തരത്തിലായി: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അപ്പോ അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ഉണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ. താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങൾ, സുഖദുഃഖങ്ങൾ. ഇങ്ങനെ അറിവ്, പ്രവൃത്തി, പദാർത്ഥം, സുഖം, ദുഃഖം, ഇതിനൊക്കെ ഈ ഭേദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ആധാരം എന്താണ്? ബ്രഹ്മം തന്നെ. അങ്ങനെ ഒന്നായിരിക്കുന്ന ബ്രഹ്മം പലതരത്തിലായി വിളങ്ങുന്നു. അത് അതിനുള്ള മഹാശക്തിയുടെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും സ്വരൂപമായി നിൽക്കുന്ന ബ്രഹ്മത്തിൻ്റെ സിദ്ധിക്ക് ഒരു പ്രമാണം ആവശ്യമില്ല.
ഞാൻ ഇരിക്കുന്നുണ്ട് എന്നതിന് ഞാൻ തന്നെ പ്രമാണമായിരിക്കുന്നു. എൻ്റെ ഇരിപ്പിനെ അറിയാൻ എനിക്ക് വേറൊരാൾ പറയണ്ട. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾ പറയാതെ തന്നെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് പ്രമാണങ്ങൾക്ക് ബ്രഹ്മത്തെ പ്രകാശിക്കാൻ ശക്തിയില്ലെന്ന് വരുന്ന പക്ഷം ബ്രഹ്മമില്ല എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മമുണ്ട്, അത് നിത്യസത്യമാണ്. ബ്രഹ്മം അപ്രമേയമാണ് എന്നാണ്. അതിനൊരു പ്രമാണം ആവശ്യമില്ല. സർവം ഖല്വിതം ബ്രഹ്മ, ചരാചരാത്മക പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ വിവർത്ത സ്വരൂപമാണ്. സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ ബ്രഹ്മമല്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ല എന്ന ബോധം സാധകന് ലഭിക്കുന്നു. നാത്മാ ജജാനനമരിഷ്യതി നൈധതേ സൗ നക്ഷീയതേ സവനവിദ് വ്യഭിചാരിണാം ഹി സർവത്ര ശശ്വതന വായുപലബ്ധി മാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. ആത്മാ ന ജജാന, ആത്മാവ് ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നാം മരിക്കുകയില്ല. ഈ ആത്മാവ് ന ഏധത്തെ വർദ്ധിക്കുന്നില്ല, ന ക്ഷീയത്തെ ക്ഷയിക്കുന്നുമില്ല. വ്യഭിചാരിണാം സവനവിധി, വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുടെ കാലത്തെ അറിയുന്നവർ തന്നെ സർവത്ര എങ്ങും എല്ലായ്പ്പോഴും അനപായി ഉപലബ്ധി മാത്രം, നാശമില്ലാതെ ജ്ഞാനമാത്രമായിരിക്കുന്നു. പ്രാണൻ എന്ന പോലെ സത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴുമുള്ള ഈ ബ്രഹ്മം ഇന്ദ്രിയ ബലേന, ഇന്ദ്രിയ ശക്തി കൊണ്ട് പലതായി കണക്കാക്കപ്പെടുന്നു. ഒരേ ഒരു ഒന്നേ ഉള്ളൂ എന്നാണ്. ആത്മാവ് ജനിച്ചിട്ടില്ല. കാരണം എന്താ? ഒരിക്കൽ ഇല്ലാതിരുന്നൊരു വസ്തു മറ്റൊരിക്കൽ ഉണ്ടായി കാണുമ്പോൾ ജനിച്ചു എന്ന് പറയാറുണ്ട്. എന്നാൽ ആത്മാവിന് ഇല്ലായ്മയില്ല. എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരേ വിധത്തിലാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ജനനമില്ല. പിന്നെ അതിനുശേഷമാണ് മരണം. ജനനമില്ലാത്തവന് മരണവുമില്ല. വർദ്ധിക്കുന്നില്ല, അതേപോലെ ക്ഷയിക്കുന്നുമില്ല. വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? പരിപൂർണമല്ലാത്തതേ വലുതാവുകയുള്ളൂ, അല്ലേ? പരിപൂർണമായതാണ് ബ്രഹ്മം. എല്ലായിടത്തും വ്യാപിച്ചു നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് വർധനവില്ല. ആ വർധനവില്ലാത്തത് കൊണ്ട് ക്ഷയവുമില്ല. അവയവമുള്ള വസ്തുക്കൾക്ക് മാത്രമേ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുള്ളൂ. ആത്മാവ് അവയവമില്ലാത്തതാണ്, അതുകൊണ്ട് ക്ഷയിക്കുന്നില്ല, ഏകരൂപമാണ്. എന്നാൽ മറ്റുള്ളതൊക്കെ നശിക്കുകയും ക്ഷണകാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഏകരൂപമായ ജ്ഞാനം ഇന്ദ്രിയ വ്യാപാരം കൊണ്ട് പലതായി കാണുന്നു. ചിലതിന് നീല നിറമാണെന്ന് തോന്നുന്നു, കുറച്ചു കഴിയുമ്പോൾ അത് മഞ്ഞ നിറമായി. അപ്പൊ നീലയും പീതവും ആ വസ്തുക്കളുടെ ഉൽപ്പത്തിക്ക് മുമ്പും അറിവുണ്ട്. ജ്ഞാനത്തിന് ഉൽപ്പത്തിനാശങ്ങളില്ല. വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ബാല്യം, യൗവനം, ജാഗ്രത, സ്വപ്നം തുടങ്ങിയവയുടെ വരവിനെയും പോക്കിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനം വരുന്നതുമില്ല, പോകുന്നതുമില്ല. വന്നതിൻ്റെയും പോയതിൻ്റെയും സാക്ഷിയായി മാത്രം നിലനിൽക്കുന്നു. ഇതാണ് ആത്മാവിൻ്റെ അവസ്ഥ. അവസ്ഥകളിൽ നിന്ന് വേറിട്ടവൻ തന്നെയാണ് ജാഗ്രതാദ്യ അവസ്ഥകളുടെ സാക്ഷിയായിരിക്കുന്ന ആത്മാവ്. ഈ അവസ്ഥകൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. ബാല്യം വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാണന് ഒരു വ്യത്യാസവും. അതുകൊണ്ട് അസ്ഥി ജായത്തെ വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ നശ്യതി. സാധാരണ ജനിക്കണു, വർദ്ധിക്കണു, ക്ഷയിക്കണു, നശിക്കണു, മാറ്റം നേരിടണു തുടങ്ങിയ ആ 6 ധർമ്മങ്ങൾ ഷഡൂർമികൾ ദേഹധർമ്മങ്ങളാണ്, ആത്മാവിൻ്റെ ധർമ്മമല്ല എന്ന്. അപ്പം അതുകൊണ്ട് ബ്രഹ്മത്തിന് വികാരമില്ല. വികാരം രൂപങ്ങൾക്കാണ് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് നിമി മഹാരാജാവിന് നവയോഗികളിൽപ്പെട്ട പിപ്പലായനൻ എന്ന യോഗീശ്വരൻ. ആ 38ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. 39ാമത്തെ ശ്ലോകം മുതൽ നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആകെ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം.
ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.